Hi friends, welcome back to robinscinecitta. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ട്രാക്കറിനെ കുറിച്ചിട്ടാണ്. ഏറ്റവും പവർഫുള്ളായ ട്രാക്കറുകളുള്ള സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണ് ഡാവിഞ്ചി റിസോൾവ്. ഇപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പവർ വിൻഡോസ് ആണ് പറഞ്ഞത്. അപ്പോൾ പവർ വിൻഡോസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒരു ഇമേജ് മൂവ് ചെയ്യുമ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പവർ വിൻഡോ അതിൻ്റെ കൂടെ പോവില്ല. അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ ആ കളറ് ചെയ്തതിൽ കുറേ പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് സത്യത്തിൽ ട്രാക്കർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇമേജാണ് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പവർ വിൻഡോ ആഡ്, ജസ്റ്റ് ഒരു സർക്കിൾ ആഡ് ചെയ്യാണ്. സോ അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്യാം, കുറച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് മൂവ് ചെയ്ത് നോക്കുക. കണ്ടോ, ക്ലിപ്പ് മൂവ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, ആ പവർ വിൻഡോ അവിടെ നിന്നും പകരം ഇമേജ് താഴോട്ട് പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം. കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ പവർ വിൻഡോ സെലക്ട് ചെയ്യുക. പവർ വിൻഡോ സെലക്ട് ചെയ്ത് പവർ വിൻഡോയുടെ തൊട്ടടുത്ത് തന്നെ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രാക്കർ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലാണ് ഇവിടെ ട്രാക്കിങ് നടക്കുക. അതിൻ്റെ പാൻ ട്രാക്കാവും, അതുപോലെ തന്നെ ടിൽറ്റ് ട്രാക്കാവും, സൂം ട്രാക്കാവും, റൊട്ടേറ്റ് ട്രാക്കാവും, അതുപോലെ 3D എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. 3D ആണെങ്കിൽ ആ ചെറിയ ഷേപ്പൊക്കെ മാറുന്നതനുസരിച്ച് അതെന്താവും, ട്രാക്കാവും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യണം, നമ്മുടെ ഒരു നോർമൽ ട്രാക്ക് ഫോർവേഡ് കൊടുക്കുകയാണ്. ജസ്റ്റ് ട്രാക്ക് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കണ്ടോ, ഇപ്പോൾ ആ ഇമേജിനനുസരിച്ചിട്ട് എന്തായിട്ടുണ്ട്, ആ പവർ വിൻഡോ അതിൻ്റെ കൂട്ടത്തിൽ മൂവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു കറക്ഷൻ ഇപ്പോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടു, കുറച്ച് വാമായിട്ടുള്ളൊരു കളർ അപ്ലൈ ചെയ്തു. ആ കളർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കണ്ടു, ആ ട്രാക്കറിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ കളർ നമ്മൾ അപ്ലൈ ചെയ്തത് ആ പവർ വിൻഡോ അതിൻ്റെ കൂട്ടത്തിൽ ട്രാക്കായി പോകും. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ 2 തരം ട്രാക്കിങ് ഇവിടെ തന്നെ ഡാവിഞ്ചി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ട്രാക്കിംഗ് എന്ന് പറയുന്നത് ക്ലൗഡ് ട്രാക്കിംഗ് ആണ്. മറ്റൊന്നെന്ന് പറയുന്നത് പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ക്ലൗഡ് ട്രാക്കിംഗ് ആണ് നമ്മളിപ്പോൾ നോർമലി നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഇമേജാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലെനിക്ക് ഒരു പവർ വിൻഡോ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ജസ്റ്റ് സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് നോക്കുകയാണ്. ജസ്റ്റ് ഒരു കളർ അപ്ലൈ ചെയ്യാം നമുക്കതിൽ, നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ട്രാക്കർ അപ്ലൈ ചെയ്യാം. ക്ലൗഡ് ട്രാക്കർ എന്നുള്ളത് മാറ്റിയിട്ട് പോയിന്റ് ട്രാക്കറുണ്ട്. ജസ്റ്റ് ഈ പോയിന്റ് ട്രാക്കർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ആരോ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിനെയാണോ ട്രാക്ക് ചെയ്യേണ്ടത് ആ ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിൻ്റെ മുകളിൽ വെക്കുക. ഇപ്പം ഞാൻ ഈ കാറിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് ഇത് ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടോ, അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ഇനി അതിന് ശേഷം എന്ത് ചെയ്യാതെ ട്രാക്കിങ് കൊടുത്തു നോക്കുക. ഓക്കെ, നമ്മുടെ കാറ് പോയതിനനുസരിച്ച് എന്തായിട്ടുണ്ട്, ആ പവർ വിൻഡോ ട്രാക്കായി പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 തരം ട്രാക്കിംഗ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് ക്ലൗഡ് ട്രാക്കിങ്, മറ്റൊന്ന് പോയിന്റ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ക്ലൗഡ് ട്രാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻട്രാക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻട്രാക്റ്റീവ് മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതൊന്ന് വലുതാക്കിയിട്ട് ഇപ്പോൾ ഇതിൽ ഔട്ട്സൈഡിലൊക്കെ ഉള്ള ഈ ഒരു ഔട്ട്സൈഡിലേക്കൊക്കെ ഏതെങ്കിലും ട്രാക്കേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. കണ്ടോ, ആ ട്രാക്കിംഗ് പോയിന്റ് പോയതുണ്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗമാണ് നമുക്ക് കളയുണ്ടെങ്കിൽ കണ്ടോ, ആ ട്രാക്കിംഗ് പോയിന്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ തന്നെ കൃത്യമായിട്ട് ട്രാക്കാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇമേജ് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എളുപ്പമുള്ള വഴി കാണിച്ചിട്ട് പോകുന്നത് ശരിയല്ലല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇമേജാണ്, എനിക്ക് ഈ ഒരു ഹെൽമെറ്റാണ് എനിക്ക് ട്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊരു ആ ഹെൽമെറ്റിനെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഞാൻ റഫ്ലി സെലക്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ആ ഒരു ഹെൽമെറ്റ് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിന് ഒന്നും നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളറൊന്നും നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് അതിനൊന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രാക്കർ ആഡ് ചെയ്തു.
ഓക്കെ, അതാ ട്രാക്കറുടെ വഴിക്ക് പോകുന്നു. ആ, പ്രശ്നമുണ്ട് അല്ലേ? നിങ്ങൾ നോക്ക്, കണ്ടോ? നമ്മൾ ട്രാക്ക് ചെയ്ത് വന്ന ഒരുവിധം പുള്ളി കറക്റ്റ് പിടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ എന്തായി, അവസാനം എത്തിയപ്പം ആശാൻ തകിടം മറിഞ്ഞു. ഓക്കെ, ഇവിടെ നിന്നാണ് പ്രശ്നം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആദ്യം തന്നെ നമുക്കിതിൽ എന്താണ് 3D, അതുപോലെ റൊട്ടേറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് കുറേ കൂടി സ്മൂത്തായിട്ട് കിട്ടും. ഇൻ കേസ് ചില സ്ഥലങ്ങളിൽ കിട്ടും, ചില എല്ലാ സ്ഥലത്തും ആപ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പാനറ്റിലിറ്റി ഇതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് എന്താണ് ട്രാക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, മാനുവലി വേണമെങ്കിൽ ഇതിനെ കറക്റ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് വീണ്ടും അത് എന്ത് ചെയ്യണം, 3D ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ജസ്റ്റ് ഒന്നുകൂടി ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ആണ് പ്രശ്നം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ, ഇവിടെ നിന്നാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലിപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഫ്രെയിം എന്നുള്ളത് കൊടുക്കുക. ഫ്രെയിം എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ പ്രീമിയറൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം കീ ഫ്രെയിം ആഡ് ചെയ്യുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഞാനിതിനൊന്ന് മൂവ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കേണ്ട ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ചുകൂടി മൂവ് ചെയ്തു. ഓക്കെ, ഏകദേശം ഇവിടെ എത്തിയപ്പോൾ ഇവിടെ വന്നപ്പോൾ വീണ്ടും പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഫ്രെയിമിലേക്കാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഷേപ്പിനനുസരിച്ച് എന്ത് ചെയ്തു, ഒന്നിതിന് റീഅറേഞ്ച് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ടൊരു കീ വരും. ആ കീക്ക് അനുസരിച്ച് ഓക്കെ, വേണമെങ്കിൽ നമുക്കിങ്ങനെ എന്ത് ചെയ്യാം, മാനുവലി ട്രാക്ക് ചെയ്യാം. അല്ലെങ്കിൽ മാനുവലി നമുക്ക് കീ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇത് തന്നെ നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു ഭാഗത്താണ് പ്രശ്നം, അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്നൊന്നുകൂടി നമുക്ക് ട്രാക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, ഇതിന് നമ്മൾ നേരത്തെ ഫ്രെയിം കൊടുത്തത് തന്നെ നമ്മൾ സ്വന്തം ഫ്രെയിം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കറക്റ്റർ എന്ന് പറഞ്ഞിട്ട് കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ചിലത് ഇങ്ങനെ സ്കോപ്പായിരിക്കും കാണുന്നുണ്ട്. സ്കോപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ കീ ഫ്രെയിം ഉണ്ട്. കീ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. കീ ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ അവിടെ കറക്റ്റർ എന്നുണ്ട്. ഇപ്പോൾ കറക്റ്റർ 1 ആണിത്. കറക്റ്റർ 1-ൽ ആദ്യത്തെ നോഡിൻ്റെ ഈ കീയിലൊന്ന് ക്ലിക്ക് ചെയ്തു. ഞാനവിടെ കീ ആക്റ്റീവ് ചെയ്തു. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം എന്ത് ചെയ്തു, ഞാനൊരു 2 കീ ഉണ്ട്. സ്റ്റാറ്റിക് കീ ഫ്രെയിം ഉണ്ട്, ഡൈനാമിക് കീ ഫ്രെയിം ഉണ്ട്. സ്റ്റാറ്റിക് ആണെങ്കിൽ ഒരു കീ അവിടെ നിൽക്കും, അതിൽ നിന്ന് അടുത്ത പോയിന്റ് എന്താണ്, അടുത്ത ചേഞ്ച് വരുന്ന ഓരോ പോയിന്റും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഡൈനാമിക് ആണെങ്കിൽ കുറേ കൂടി എന്താണ്, ഒരു പോയിന്റ് ആഡ് ചെയ്ത് ആ അടുത്ത പോയിന്റ് നമ്മൾ വരുന്ന ചേഞ്ച് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെ ഇടയിലുള്ള മാറ്റങ്ങൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ തന്നെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും. ഞാനിവിടെ ഒരു ഡൈനാമിക് കീ ഫ്രെയിം കൊടുക്കുകയാണ്. അതിനുശേഷം ജസ്റ്റ് ഇതിൻ്റെ ഈ പോയിൻ്റൊക്കെ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഞാൻ കുറച്ച് മൂവ് ചെയ്ത് ഇപ്പുറത്തേക്ക് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഷേപ്പിനനുസരിച്ച് ഒന്ന് കറക്റ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ നോക്കുകയുണ്ടോ, രണ്ട് കീ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും, ആ കീ എങ്ങനെയാണോ ഉള്ളത് അതിനനുസരിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഉണ്ടോ ക്ലിക്ക് ചെയ്തൊന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് അവിടെ കീ വരും. അതുകൊണ്ടാണ് നമ്മൾ ഡൈനാമിക് കീ ഫ്രെയിം കൊടുത്തത്. ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എൻഡിൽ കുറച്ച് പ്രശ്നം വന്നിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യണം, ഓക്കെ കണ്ടോ.
അപ്പോൾ ആ ട്രാക്കർ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ. കണ്ടോ, ആ ഷേപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ പോയിന്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാണ് ഞാൻ. ഓക്കെ, ഇവിടെ കുറച്ച് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റും ഓക്കെ, ക്ലിയർ ആയില്ലേ. അപ്പം നമുക്ക് പല രീതിയിൽ ട്രാക്ക് ചെയ്യാം. ഒന്ന് പോയിന്റ് ട്രാക്കർ വെച്ച് ട്രാക്ക് ചെയ്യാം, മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, ക്ലൗഡ് ട്രാക്കർ വെച്ച് ട്രാക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും നടക്കുന്നില്ല, ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ 3D റൊട്ടേഷൻ, സൂം, ഈ സാധനങ്ങളൊന്ന് മാറ്റി നോക്കാം. എന്നിട്ടും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ചിലപ്പം ഫ്രെയിം ഉപയോഗിച്ചാൽ തന്നെ ഒരു 2 സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ചാട്ടം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി അതും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഇവിടെ വരിക, ഡൈനാമിക് കീ ഫ്രെയിം കൊടുക്കുക. ഡൈനാമിക് കീ ഫ്രെയിം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മാനുവലി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ അത് പ്രശ്നം വരും, നമ്മൾ ഫേസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ആവുന്ന സമയത്ത് പ്രശ്നം വരും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ട്രാക്കിങ്ങിൽ പൊതുവേ ഉള്ളത്. ഈ പോയിന്റ് ട്രാക്കറൊക്കെ നമ്മൾ ഉപയോഗിക്കുക, പൊതുവേ കണ്ണൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഇതൊക്കെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോയിന്റ് ട്രാക്കർ ഉപയോഗിക്കാം. അല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലൗഡ് ട്രാക്കറാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ 3 ഡോട്ടിലൊന്ന് വരിക. ഈ 3 ഡോട്ടിലൊന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ട്രാക്കർ മുഴുവൻ വേണമെങ്കിൽ ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാം. അതുപോലെ കീ ഫ്രെയിംസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ മാനുവലി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷൻ കോപ്പി ട്രാക്ക് ഡാറ്റ, പേസ്റ്റ് ട്രാക്ക് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ട്രാക്കിൻ്റെ ഡാറ്റ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് തൊട്ടടുത്തടുത്തടുത്ത് അല്ലെങ്കിൽ അടുത്ത ക്ലിപ്പിൽ ഒക്കെ നമുക്ക് പേസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. യൂഷ്വലി അത് അത്ര ഉപയോഗം വരാറില്ല, എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇത് മാത്രമല്ല ഉള്ളത്, വിൻഡോയിലെ സ്റ്റെബിലൈസറും എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ കൂടിയുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പൊതുവെ ഒരു ഇമേജ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇമേജ് ട്രാക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏരിയ, ഒരു പർട്ടിക്കുലർ ഏരിയ നമുക്ക് വേണ്ട രീതിയിൽ കളർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം, ലൈവ് പ്രോജക്റ്റിൽ എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പവർ വിൻഡോയും ട്രാക്കറും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റൊക്കെ ഇടുക. വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.